ഹേ എവരിവൺ. അങ്ങനെ അച്ഛനും അമ്മയും ഞാനും മാത്രമുള്ള ഒരു ഓണം കൂടെ കഴിഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോഴാണ് ചേച്ചീനെയും ചേട്ടനെയും ഉണ്ണീനെയൊക്കെ മിസ് ചെയ്യുക. പ്രത്യേകിച്ച് ഞാനിവിടെ ഒരു കംഫർട്ട് സോണിൽ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ ഇരുന്ന് അമ്മ ഉണ്ടാക്കുന്ന സദ്യയൊക്കെ കഴിക്കുമ്പം ഒരു സങ്കടം വരും. അതുപോലെ തന്നെ ഓണത്തിന് നാട്ടിൽ വരാൻ പറ്റാത്തതും അവരുടെ പോലെ തന്നെ ഇന്നും നാട്ടിലൊന്നും വരാൻ പറ്റാത്ത അച്ഛൻ്റെ അമ്മയുടെ ഒന്നും കൂടെ ഇരുന്ന് സദ്യ ഒന്നും കഴിക്കാൻ പറ്റാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ കുറച്ച് എക്സ്ട്രാ സദ്യ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഉത്രാടത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, മധ്യ കേരളത്തിൽ മൊത്തം ഇങ്ങനെയാണോന്ന് അറിയില്ല, നമ്മുടെ വീട്ടിൽ ഫുൾ വെജിറ്റേറിയൻ സദ്യയാണ് ഉണ്ടാവുക, അതിൻ്റെ കൂടെ നോൺ വെജ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും അതാ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അമ്മ കുറേ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാ തവണയും അങ്ങനെ തന്നെയാണ്, വിഷുവിനും ഓണത്തിനൊക്കെ അമ്മ കുറച്ചധികം ഉണ്ടാക്കും. ഇത്തവണ പാലട മാത്രമല്ല പരിപ്പ് പായസം കൂടി ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിലൊരു കുളമുണ്ടേ, അപ്പോൾ അതിൽ ഇലയിൽ ചോറിട്ടിട്ട് മീനിന് വേണ്ടിയിട്ട് കൊണ്ടുകൊടുക്കും. അമ്മ എന്തോ ചെയ്യണതാണ് ഇപ്പോഴും. അത് കഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ പറയാൻ മറന്നു, ഹാപ്പി ഓണം.